ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്തെന്നുണ്ടല്ലോ, വെഡ്ഡിങ്ങിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം. നമുക്ക് നെക്സ്റ്റ് മന്ത് ഒരു വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോയതാണ്. പോത്തീസിലായിരുന്നു ആദ്യം പോയത്. അപ്പം വലിയ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷേ വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പിന്നെ നേരെ നമ്മൾ RK വെഡ്ഡിങ് മാളിലോട്ട് പോയി. അതിൻ്റെ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ RK വെഡ്ഡിങ് മാളിലുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ കളക്ഷൻസും ഉണ്ട്, പക്ഷേ സാരി കളക്ഷൻസ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ ചുരിദാറും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ലുലു മാളിലോട്ടായിരുന്നു. അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മാളിൽ അത്യാവശ്യം കുറച്ച് സെലിബ്രേഷൻസ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരാനുള്ളതായിരുന്നു. പക്ഷേ ഈ ഓണത്തിൻ്റെ വലിയ എടുപ്പും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇന്നലെ ആയിരുന്നു കേട്ടോ പോയത്. പിന്നെ അതിനുശേഷം നമ്മൾ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു മാളിലോട്ട്. അങ്ങനെ മാളിന് നേരെ ഓപ്പോസിറ്റുള്ള ക്യാപിറ്റൽ മന്തി ഹൗസിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്, ഫസ്റ്റ് ടൈമായിരുന്നു. പിന്നെ അതിനുശേഷം അകത്ത് കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളെന്ന് വെച്ചാൽ വലിയ രസം ഉണ്ടാകുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. കുറച്ച് ലൈറ്റും കുറച്ച് ഡിസ്പ്ലേസും അകത്തുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു നോർമൽ മന്തിയും അൽഫാം മന്തിയും നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ കയറി മേൽപ്പാലത്തിൽ കൂടെ ആയിരുന്നു പോയത് കേട്ടോ. പിന്നെ ലൈറ്റിങ്, എൻ്റെ പൊന്നോ, അടിപൊളി ലൈറ്റിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ലുലു മാളിൽ കയറി. ഫസ്റ്റ് ചെയ്തത് തന്നെ വെസ്റ്റ് സൈഡിലായിരുന്നു. വെസ്റ്റ് സൈഡിൽ കയറിയിട്ട് കുറച്ച് കുർത്താസും കാര്യങ്ങളും നോക്കി. പിന്നെ കുറച്ച് ചെരുപ്പും കാര്യങ്ങളും നോക്കി. ഞാനൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈപ്പറിലോട്ട് പോയി. ഹൈപ്പറിൽ വലിയ ഓഫറൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഓണത്തിൻ്റെ ഡെക്കറേഷൻസ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഒരു 50% ഓഫ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഓണം സെയിലായിട്ട്. അത് കുറച്ച് കിച്ചൺ ഐറ്റംസും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ഹീറ്റർ, അങ്ങനത്തെ കുറേ ഐറ്റംസ്, പിന്നെ എന്താണ് കിഡ്സിൻ്റെ ടോയ്സ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനൊക്കെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കയറി നോക്കിയത് ഈ ഒരു ഓഫറായിരുന്നു. ഇത് റേഡിയോയുടെ മറ്റേ ബ്ലൂടൂത്ത് പോലത്തെ ഒരു സംഭവം അതായിരുന്നു. ഈ ഒരു ലൈറ്റിങ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനെ ഫോക്കസ് ചെയ്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് അടിപൊളിയൊരു സാധനമാണ്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ടിവികളായിരുന്നു എല്ലാം. അതും ഇതുപോലെ തന്നെ എല്ലാം കുറച്ച് ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മുന്നത്തെ പോലെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസ് വന്നാലുള്ള ഓഫറും തിരക്കൊന്നും അങ്ങനെ ഒന്നും കണ്ടില്ല. പിന്നെ ഇതുപോലത്തെ ഒരു സംഭവം ഈ ഒരു ഓണത്തിൻ്റെ ഈ ഒരു അമ്മയും മോളും ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിൽ കയറി. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.